എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായി ഹണി പീതാംബരനെ തിരഞ്ഞെടുത്തു. ചെറിയ ബാക്കിലേക്ക് നീങ്ങിക്കൊണ്ടേയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ആശംസ അർപ്പിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായി CPIയിലെ ഹണി പീതാംബരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 46-അംഗ കൗൺസിലിൽ ഹണി പീതാംബരന് 25 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി BJPയിലെ ON ജയദേവന് 17 വോട്ടുകളുമാണ് ലഭിച്ചത്. നഗരസഭയിലെ നീലക്കമ്പാറ വാർഡ് കൗൺസിലറാണ് ഹണി പീതാംബരൻ. ഹണി പീതാംബരന്റെ പേര് PN രാമദാസ് നിർദ്ദേശിച്ചു. KM രതീഷ് പിന്താങ്ങി. BJPയിലെ ON ജയദേവന്റെ പേര് TS സജീവൻ നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ VM ജോണിയുടെ പേര് കവിത മധുവാണ് നിർദ്ദേശിച്ചത്. വരണാധികാരി ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KK വിനോദ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം CPIക്കാണ് ആദ്യഘട്ടം. നഗരസഭാ ചെയർമാൻ സ്ഥാനം ലഭിച്ച ഹണി പീതാംബരൻ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ KK വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഹണി പീതാംബരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അതിലൂടെ ചെയർമാനായി ഇന്ന് ഹണി പീതാംബരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല രാഷ്ട്രീയ പോരാട്ടം നടക്കാറുണ്ട്. ഓരോ മുന്നണിയുടെ അടിസ്ഥാനത്തിലുമാണ് എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട് ഈ വേദിയിലെല്ലാം എത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഭരണസ്ഥാപനത്തിന്റെ നടത്തിപ്പിനും ഈ മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണമായ വികസനത്തിനു വേണ്ടിയുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വർക്കരുത്.